അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയതിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. നിഖിൽ പ്രവേശിച്ചിരുന്നു കോഴിക്കോട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യലിന് മെഡിക്കൽ കോളേജ് പോലീസ് വിധേയമാക്കിയിരുന്നു. അവരിപ്പോഴും ബസ്സിൽ വെച്ച് തനിക്ക് ലൈംഗിക അധിക്ഷേപം നേരിട്ടുവെന്ന നേരത്തെ ഉന്നയിച്ച പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, അതേ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടെയാണ് ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. നേരത്തെ കുന്നമംഗലം കോടതിയിൽ അവരുടെ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ഈ ജാമ്യം കോടതി തള്ളുകയായിരുന്നു. ഒരുപക്ഷെ പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് അവർ മേൽക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്നൊരു പക്ഷേ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവെടുപ്പ് ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രതിക്കെതിരെ ജനരോഷം ഉണ്ടാകുമെന്ന് പോലീസ് ഭയക്കുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ തന്നെ ഈ അറസ്റ്റിലായ ഉടനെ തന്നെ പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കാതിരുന്നതും ഇത് ഭയന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ആ ജനരോഷത്തിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഒരുപക്ഷെ വീണ്ടും ഇനി കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ ഒരു തെളിവെടുപ്പിനടക്കം പ്രതിയെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കോടതിയിൽ ഹാജരാക്കിയ സമയത്താണെങ്കിലും തനിക്ക് ലൈംഗിക അധിക്ഷേപം നേരിട്ടു, താൻ ഉന്നയിച്ചിട്ടുള്ള പരാതി അത് സത്യസന്ധമാണ് എന്നായിരുന്നു മാധ്യമങ്ങളോട് പ്രതി പറഞ്ഞിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം, അത് ഒരു നിലയ്ക്കും ഈ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യമാണ് ദീപകിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ചില രേഖകൾ കഴിഞ്ഞ ദിവസം ദീപകിന്റെ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയിട്ടുള്ളത് ദൃശ്യങ്ങളടക്കമാണ്. അത് പോലീസിന് ഈ കുടുംബം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. താങ്ക് യു നിഖിൽ പരമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.